വയനാട് ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനവും അസാധാരണ മുഴക്കവും അനുഭവപ്പെട്ടതിന് പിന്നാലെ പ്രദേശവാസികൾക്ക് വല്ലാത്ത ആശങ്കയുണ്ടായിരിക്കുന്നു. അമ്പുകുത്തി മലയിലെ അനുമതിയില്ലാത്ത അശാസ്ത്രീയ നിർമ്മാണങ്ങൾ നിയന്ത്രിക്കണമെന്ന് ഇവർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നു. വയനാട്ടിലെ എടക്കൽ നിന്ന് സജോ ദേവസിയുടെ റിപ്പോർട്ട്. അസാധാരണമായ മുഴക്കവും പ്രകമ്പനവും ആദ്യം ആളുകൾ വിവരം പങ്കുവച്ച സ്ഥലമായ വയനാട് നെന്മേനി പഞ്ചായത്തിലെ അമ്പുകുത്തി മലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഈ മലയുടെ വളരെ ഉയർന്ന ഒരു ഭാഗത്താണ്, നേരെ എതിർഭാഗത്ത് മറ്റൊരു ഭാഗത്താണ് ഇടയ്ക്കൽ കേവ്. ഈ അമ്പുകുത്തി മലയുടെ താഴ്വാരത്തുള്ള ആളുകളാണ് ഈ ശബ്ദം കേൾക്കുകയും വലിയ ആശങ്കയുണ്ടാവുകയും ഒക്കെ ചെയ്തത്. ഇവിടെ നിന്നാൽ നമുക്ക് അങ്ങോട്ടേക്ക് നഗര മേഖലകളുടെ ദൃശ്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അത്രയും ഉയരത്തിലാണ് ഈ സ്ഥലം ഉള്ളത്. അത് കൽപ്പറ്റ അമ്പലവയൽ, അതെ, ഇത് ഈ കാണുന്നത് നേരെ എതിർഭാഗത്ത് കാണുന്നത് അമ്പലവയൽ ടൗണാണ്. മറുഭാഗത്തുള്ളത് ഈ അമ്പുകുത്തി മല, ഒപ്പം എടക്കൽ കേവ് മറ്റൊരു വശത്ത്. അങ്ങനെയൊക്കെയാണ് ഈ മേഖലയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ അസാധാരണമായ ശബ്ദം, മുഴക്കം, ഭൂചലനമൊന്നും അല്ല എന്ന് വിദഗ്ധർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നിങ്ങൾക്കൊരു ആശങ്കയുണ്ടല്ലോ, ഈ പ്രദേശത്ത് ഇതിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ട് ഒരു ആശങ്കയുണ്ടാകുന്നു. കാരണം ഇതിൻ്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നിങ്ങളെ ആശങ്കപ്പെടുത്തുന്നു. എന്ത് അങ്ങനെ ഒരു ആശങ്കയാണോ നിങ്ങൾ പങ്കുവയ്ക്കുന്നത്? ആശങ്കയുണ്ട്, തീർച്ചയായിട്ടും ആശങ്കയുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത് അശാസ്ത്രീയമായും അനുമതിയുമില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നാണ് ഇവരുടെ ആരോപണം. ആ കാര്യത്തിലൊരു പരിശോധനയും ഇടപെടലും വേണമെന്നാണോ? ഇടപെടലും വേണമെന്നാണ്. ഇന്നിപ്പോൾ MLA-നോടൊക്കെ സംസാരിച്ചപ്പോൾ നാളെ അവരൊക്കെ വരാമെന്നാണ് പറഞ്ഞത്. സുരക്ഷ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ആശങ്കയുണ്ട്? സുരക്ഷ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ അസാധാരണമായിട്ടൊരു ശബ്ദം നമ്മളൊരു നോർമൽ കാലാവസ്ഥയിൽ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയുണ്ടാവും, പ്രത്യേകിച്ച് എന്നുള്ള പ്രശ്നത്തിൽ. അപ്പോൾ നമുക്ക് ഒരുപാട് നമ്മൾ അശാസ്ത്രീയ നിർമ്മാണങ്ങൾ ഇവിടെ നടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പെട്ടെന്ന് ഇരട്ടിയാവുന്നുണ്ട് എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു കറക്റ്റായിട്ടുള്ള അനുമതി നൽകി നമുക്ക് പരിസ്ഥിതിക്കോ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നവർക്കൊരു ശല്യമില്ലാത്ത വിധത്തിലുള്ള നിർമ്മാണമാണെങ്കിൽ ജീവികളിൽ അവരൊന്ന് സർവേ ചെയ്തിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. നാട്ടുകാർ ആരോപിക്കുന്നൊരു കാര്യം, അനുമതിയില്ലാതെ പല നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നു, അശാസ്ത്രീയമായി നടക്കുന്നു, കൃത്യമായ പരിശോധനകളില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. താഴ്വാരത്തുള്ള മനുഷ്യരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന തരത്തിലുണ്ടെങ്കിൽ അതിൽ ഇടപെടലുകൾ വേണം. അതായത് ഈ വിഷയത്തിൽ ഈ പ്രകമ്പനം സംബന്ധിച്ച് പലതരം വിലയിരുത്തലുകളും വിദഗ്ധ അഭിപ്രായങ്ങളും വരുന്നുണ്ട്. ആ കാര്യത്തിൽ വിദഗ്ധ പഠനം നടത്തുന്നതോടൊപ്പം ഇത്തരം ഇടങ്ങളിൽ ഓരോ പ്രദേശത്തിൻ്റെയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ വെച്ചുകൊണ്ട് റിസ്ക് മിറ്റിഗേഷൻ ആവശ്യമായ ഇടപെടൽ വേണം. അവിടെ ഈ തരത്തിൽ എന്തെങ്കിലും അനധികൃതമായി നടക്കുന്നുണ്ടെങ്കിൽ അവ അവസാനിപ്പിക്കണം. ഈ താഴ്വാരത്തുള്ള മനുഷ്യരുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കണം. ഈ കാര്യത്തിൽ അമ്പുകുത്തി മേഖല, ഇടയ്ക്കൽ ഗുഹയുടെ താഴ്വാരം ഉൾപ്പെടുന്ന അമ്പലവയലിലെ അല്ലെങ്കിൽ നെന്മേനി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വിശദമായ പഠനവും ആവശ്യമായ ഇടപെടലും അടിയന്തരമായി വേണ്ടതുണ്ട്. അത് അനിവാര്യമാണ്. മിഥുൻ ചാത്തത്തിനൊപ്പം സജോ ദേവസ്യാം, 24 വയനാട്.